സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവരിൽ കോഴിക്കോട് മാത്രം 3 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ഈ മാസം ഇതുവരെ 180 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. BJP കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ ആർ സുഗതൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം LDF നടത്തിയ സംഘർഷത്തിന്റെ പോലീസ് FIRൽ ഗുരുതരമായ പിഴവ്. ഒന്നാം പ്രതിയായ CPIM കൗൺസിലറുടെ പേരിൽ പിഴവ് പറ്റി. SP ദീപകിന് പകരം ദീപക് ദേവ് എന്നാണ് FIRൽ എഴുതിയത്. FIRലെ പിഴവ് തിരുത്തുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് CPIM BJP കൗൺസിലർമാർ തമ്മിൽ സംഘർഷമുണ്ടായത്. തുടർന്ന് മ്യൂസിയം പോലീസ് ഇരു വിഭാഗങ്ങൾക്കുമെതിരെയും കേസെടുത്തിരുന്ന കാര്യം ഓർമ്മിക്കുക. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി 152 തസ്തികകൾ വിവിധ ജില്ലകളിലായി ആരോഗ്യവകുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഫാർമസിസ്റ്റ് ഗ്രേഡ്, നഴ്സിംഗ് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ്, മെഡിക്കൽ ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുക. ആരോഗ്യവകുപ്പ് ഡയറക്ടറും വിവിധ ജില്ലാ മേധാവിമാരും ഇക്കാര്യം PSCക്ക് റിപ്പോർട്ട് ചെയ്യും. ഇതനുസരിച്ച് നിലവിലെ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്തും. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ആശ്രയമായ ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. ആരോഗ്യവകുപ്പിൻ്റെ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു.